Assalamu alaikum. Hi, my dear butterflies. How are you all? It's me, your Farida ma'am, your English teacher. So, welcome back to my English class. Okay, I hope you people are doing fine and safe at home. Today, also, inshallah, we can start the class with what? Dua for knowledge. Okay, Rabbi Yassir, wala tu'assir, wa tammim bil khair, wa bika nasta'inu. يا فتاه ربي زدني علما ربي زدني علما ربي زدني علما. Okay, so we have started lesson 5, and in lesson 5 we have studied about, in the previous class we have studied about kapok tree and water lily, and today we are going to learn about a new species, and its name is scarlet macaw. Here you can see the scarlet macaw here. So inshallah, what is it? Scarlet macaw, The scarlet macaw is a large red, yellow and blue Central and South American parrot, a member of a large group of neotropical parrots called macaws. Okay, so the scarlet macaw is a large red, yellow and blue Central. അപ്പോൾ അതിൻ്റെ കളർ എന്തൊക്കെയാണ്? Large red, യെല്ലോ ആൻഡ് ബ്ലൂ അല്ലേ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു കളറാണ്. ആൻഡ് അതെന്താണ്? സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കൻ പാരറ്റ് ആണ്. അതുപോലെ തന്നെ ഇറ്റ്സ് എ മെമ്പർ ഓഫ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് നിയോട്രോപ്പിക്കൽ പാരറ്റ്സ് കോൾഡ് മാക്കോസ്. മാക്കോസ് എന്ന് പറയുന്ന ഒരു ഫാമിലിയിലെ മെമ്പറാണ്. ആൻഡ് ഇറ്റ്സ് നേറ്റീവ് ടു ഹ്യൂമിഡ് എവർഗ്രീൻ ഫോറസ്റ്റ് ഓഫ് ട്രോപ്പിക്കൽ സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്ക. അപ്പോൾ അതുപോലെ തന്നെ അത് ഭയങ്കര ഹ്യൂമിഡ് എവർഗ്രീൻ ഫോറസ്റ്റിലാണ് ഇത് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വാട്ട് ഇറ്റ് ഈറ്റ്സ്, ഇറ്റ് ലിവ്സ് അപ് ടു 60 years or more. അത് ഒരുപാട് നാൾ ജീവിക്കും അല്ലേ? എത്രത്തോളമാണ് ഇത് ജീവിക്കുന്നത്? 60 years അല്ലേ, 60 വയസ്സ് വരെയൊക്കെ ജീവിക്കും, അല്ലെങ്കിൽ 60 വർഷത്തിൽ കൂടുതലൊക്കെ ജീവിക്കും. അതുപോലെ തന്നെ ആൻഡ് ഇറ്റ് ഈറ്റ്സ് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. അതുപോലെ നമുക്കറിയാം ഈ പാരറ്റ്സ് എല്ലാം തന്നെ ഫ്രൂട്ട്സ് നട്ട്സൊക്കെയാണ് കഴിക്കുക അല്ലേ? അപ്പോൾ ഫ്രൂട്ട്സും നട്ട്സൊക്കെ അത് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താ, some areas it has suffered local extinction because of habitat destruction or capture for the parrot trade. എന്നിട്ടോ ഇത് ചില സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് സഫേർഡ് ലോക്കൽ എക്സ്റ്റിങ്ഷൻ. അതിന് അത്യാവശ്യം വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്നുണ്ട്. എന്നാ സംഭവം ഈ വംശനാശം, എക്സ്റ്റിങ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒത്തിരി നല്ല ഭംഗിയുള്ളത് കാണും, അല്ലെങ്കിൽ ഒത്തിരി ഭയങ്കര ഗാംഭീര്യമുള്ളതോ അല്ലെങ്കിൽ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആനിമൽസ്, ബേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേ നമ്മുടെ ആൾക്കാർ വന്നിട്ട് അതിനെ അങ്ങ് തട്ടിക്കൊണ്ടുപോകും, അതിനെ കൊണ്ടുപോയി വിൽക്കുകയോ കൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതിനെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കും തോറും നമ്പർ ഡിക്രീസസ് അല്ലേ, അതിൻ്റെ ആ എണ്ണത്തിൽ പിന്നെ കുറവുണ്ടാകും. അങ്ങനെ പിന്നീട് അത് അവസാനം അത് വളരെ കുറച്ചുണ്ടാകും, പിന്നീട് അത് തീരെ ഇല്ലാണ്ടായി പോകും. അങ്ങനെ എക്സ്റ്റിങ്ഷൻ വന്ന സംഗതിയാണ് എന്തെന്നാണ് ഡൈനോസോർ, isn't it? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇപ്പോൾ ടൈഗർ ആണെങ്കിലും എല്ലാമൊക്കെ ആണെങ്കിലും ഒരു എക്സ്റ്റിങ്ഷൻ ഭീഷണിയിലാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മുടെ സർക്കാരൊക്കെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇതും സ്കാർലെറ്റ് മാക്കോയ്ക്ക് ചില സ്ഥലങ്ങളിൽ എക്സ്റ്റിങ്ഷൻ ഭീഷണിയുണ്ട്. എന്നാ കാരണം എന്താണെന്ന് വെച്ചാൽ ഹാബിറ്ററ്റ് ഡിസ്ട്രക്ഷൻ ആണ് ഒരു കാരണം. അതായത് അതിന് താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതിന് കംഫർട്ടബിളായിട്ട് താമസിക്കാൻ ഇടമില്ലായിരിക്കുക. പിന്നെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരറ്റ് ട്രേഡ് അല്ലേ, ഈ പാരറ്റിനെ ട്രേഡ് ചെയ്യും, കച്ചവടത്തിനായിട്ട് ഇതിനെ എല്ലാത്തിനെയും കൊണ്ടുപോയി അടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തിന് അങ്ങനെ ഇതിനകത്ത് എണ്ണത്തിനകത്ത് എന്തുണ്ടാവും? ഡിക്രീസ് ഉണ്ടാകും, കുറവുണ്ടാകും. It can still be found on the island of Coiba. It's a national bird of Honduras അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും ഇതിനെ കോയിബ ഐലൻഡിൽ കാണാൻ സാധിക്കും. നമുക്കൊരു നാഷണൽ ബേർഡ് ഉണ്ട്, ആൻഡ് ഇറ്റ് പീകോക്ക്. ജസ്റ്റ് ലൈക്ക് ദാറ്റ്, ദിസ് ഈസ് എ നാഷണൽ ബേർഡ് ഓഫ് ഹോണ്ടുറാസ്. ഹോണ്ടുറാസ് എന്ന് പറയുന്ന രാജ്യത്തെ നാഷണൽ ബേർഡാണ് വാട്ട്? ദിസ് സ്കാർലെറ്റ് മാക്കോ. Then what? Its vocal communication is highly variable, and captive macaws are known to be adept mimics of human speech. നമുക്കറിയാം, as we know that here also we can see the parrots of imitating the people or mimicking the people. Mimics, it's doing mimic. അപ്പോൾ അത് മിമിക്രി കാണിക്കുന്നതാണ്, ഈ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും നമുക്ക് ഇവിടെയുള്ള പാരൻസ്. സോ ജസ്റ്റ് ലൈക്ക് ദിസ്, ഇതെന്താണ് ഈ ക്യാപ്റ്റീവ് മാക്കോസും അതും തന്നെ എന്താണ് നോട്ട് ടു ബി അഡപ്റ്റ് മിമിക്സ് ഓഫ് ഹ്യൂമൻ സ്പീച്ച്. മനുഷ്യരുടെ ഭാഷയെ ഇതും നന്നായിട്ട് അനുകരിക്കും. ദേ ഓൾസോ ലവ് ടു, നമ്മൾ പറഞ്ഞിരുന്നു അത് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത്. അത് മാത്രമല്ല അത് ഇഷ്ടം, അത് വേറെ എന്നതൊക്കെ കഴിക്കുന്ന ഇഷ്ടമല്ല. ദേ ഓൾസോ ലവ് ടു ഈറ്റ് ഇൻസെക്ട്സ് ആൻഡ് ലാർവേ. ദേ ഓൾസോ ലവ് ടു ഈറ്റ് ഇൻസെക്ട്സ് ആൻഡ് ലാർവേ. അപ്പോൾ ഈ കുഞ്ഞു പുഴുക്കളെയും ഇൻസെക്ട്സിനെയും ഒക്കെ തന്നെയും ഇത്
കഴിക്കും. They are seen feeding heavily on bugs, snails and foliage. അതൊക്കെ കഴിക്കാറുണ്ട്. പിന്നെയോ snails and bugs are great source of protein as they need additional protein during breeding seasons. അതുപോലെ തന്നെ ഈ സ്നെയിൽസിലും ബഗ്സിലും ഒക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് പ്രോട്ടീൻ കണ്ടന്റ് ആണ്. അതിനകത്ത് ഒരുപാട് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താണ് അതിന് ആസ് ദേ നീഡ് അഡീഷണൽ പ്രോട്ടീൻ ബ്രീഡിങ്ങിൻ്റെ ടൈമിലെന്ന് പറഞ്ഞാൽ അതിന് അഡീഷണൽ പ്രോട്ടീൻ ആവശ്യമുണ്ട് അല്ലേ. ദേ ഓൾസോ ആഡ് ഫ്ലവേഴ്സ് ആൻഡ് നെക്ടർ ടു ദ ഡയറ്റ് ആസ് എ സപ്ലിമെൻറ്റ്. അതുപോലെ തന്നെ അവർ ഫ്ലവേഴ്സ് നെക്ടാർ എന്ന് പറഞ്ഞാൽ പൂമ്പൊടി ഒക്കെ തന്നെ അവരുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്താറുണ്ട് ഒരു സപ്ലിമെൻ്റ് ആയിട്ട് അല്ലേ. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഐ വോണ്ട് ടു ടെൽ യു അബൌട്ട് സ്കാർലറ്റ് മാക്കോ. ഓക്കെ, നൗ നെക്സ്റ്റ് we can go for the next animal, and that is three-toed sloth, and that is three-toed sloth. Okay, you can see this picture, you can see who is sitting here, three-toed sloth. Okay, let's see. And what about three-toed sloth is given in this textbook? It is the laziest animal around. It sleeps for about 20 hours a day. കൊള്ളാലോ. എന്തെന്നാ പറയുന്നത്, ഇതെന്ന് പറയുന്നത് ഭയങ്കര ലേസി ആയിട്ടുള്ള ആനിമലാണ്. ദ ലേസിയസ്റ്റ് ആനിമൽ അറൗണ്ട്. നമ്മുടെ ചുറ്റിനും കാണപ്പെടുന്ന ആനിമൽസിൽ വളരെ മടിയനായ ഒരു ആനിമലാണ് എന്തെന്നാണ് ത്രീ-ടോഡ് സ്ലോത്ത് എന്ന് പറയുന്ന ഈ monkeys. It sleeps for about 20 hours a day. എന്നിട്ടോ ഇത് ഒരു ദിവസം എത്ര നേരം ഉറങ്ങുമെന്ന് അറിയാമോ? 20 hours അല്ലേ. നമുക്ക് ആകെ അറിയാം ഓൺലി 24 hours a day. ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours ആണ്. പക്ഷേ ഇതിൽ ആ 24 hours-ൽ 20 hours-ഉം ഇത് എന്താ ചെയ്യും? ഉറങ്ങും കിടന്നിട്ട് അല്ലേ, three-toed sloth. So this is a very laziest animal around the world. Both types of sloth tend to occupy the same forest in most areas. A particular species of three-toed sloth and a single species of the somewhat larger and generally faster moving toed sloth will jointly predominate, although similar in overall appearance. The two genera are placed in different families. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ-ടോഡ് സ്ലോത്തും ഉണ്ട്, ടു-ടോഡ് സ്ലോത്തും ഉണ്ട്. വാട്ട് ആർ ദേ? ത്രീ-ടോഡ് സ്ലോത്ത് ആൻഡ് ടു-ടോഡ് സ്ലോത്ത്. അപ്പം ത്രീ-ടോഡും ഉണ്ട്, ടു-സ്ലോത്തും ഉണ്ട്. അപ്പോൾ ടു-ടോഡും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ത്രീ-ടോഡാണ് അല്ലേ. അപ്പോൾ ത്രീ-ടോഡ് സ്ലോത്തിനെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തെന്നാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രീ-ടോഡും ടു-ടോഡും അത് രണ്ട് ടൈപ്പാണ്. ഇത് രണ്ട് ടൈപ്പ് സ്ലോത്താണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ഫോറസ്റ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി, അങ്ങനെയാണെങ്കിൽ ത്രീ-ടോഡ് മാത്രം ഒരുമിച്ച് നടക്കുക, ടു-ടോഡ് മാത്രം ഒരുമിച്ച് നടക്കുക, അങ്ങനെയല്ല. ത്രീ-ടോഡും അതുപോലെ തന്നെ ടു-ടോഡിൻ്റെ ഒരു ആളും അങ്ങനെയൊക്കെ ഇവർ നടക്കാറുണ്ട്. Then what? Famously slow moving, a sloth travels at an average speed of 0.24 km/h. അതുപോലെ തന്നെ ഇത് ഭയങ്കര പതുക്കെയാണ് പോവുക കേട്ടോ. ഇത് വളരെ പതുക്കെയാണ് പോവുക. Three-toed sloths are about the size of a small dog or a large cat. ഈ കാണുന്ന ത്രീ-ടോഡ് സ്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് വലിപ്പമൊക്കെയൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ചെറിയ ഡോഗ് ഉണ്ടാവുമല്ലോ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദ സൈസ് ഓഫ് എ സ്മോൾ ഡോഗ് ഓർ എ ബിഗ് കാറ്റ്, അല്ലെങ്കിൽ ഒരു വലിയൊരു കാറ്റിൻ്റെ അത്ര ഉണ്ടാവും. Okay, then what all sloths have 3 digits on their hind limbs? അതിന് 3 വിരലുണ്ടാവും ഹിറ്റ് ലിംസിൽ. പിന്നെ the difference is found in the number of digits on the fore limbs. Thus they are sometimes referred to as three-fingered sloth അല്ലേ. അപ്പോൾ അതിന് ഒരു വ്യത്യാസം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർ ലിംസിലുള്ള മുമ്പിലത്തെ ലിംസിനകത്തുള്ള പിന്നെ അതിനകത്തുള്ള വിരലുകളുടെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് തന്നെ thus they are sometimes referred to as three-fingered sloth. അപ്പോൾ ആ മൂന്ന് ഹിൻഡ് ലിംസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ വേറെ എന്തൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, ത്രീ-ഫിംഗേർഡ് സ്ലോത്ത് അല്ലേ. ത്രീ-ടോഡ് സ്ലോത്ത് എന്ന ഉപരി വേറെന്തും പേരുണ്ട്, ത്രീ-ഫിംഗേർഡ് സ്ലോത്ത്. പിന്നെന്തെന്നാ, ലൈക്ക് ദ ടു-ടോഡ് സ്ലോത്ത്, ത്രീ-ടോഡ് സ്ലോത്ത്സ് ആർ അജൈൽ സ്വിമ്മേഴ്സ് അല്ലേ. അതുപോലെ തന്നെ ഈ ടു-ടോഡ് സ്ലോത്തിനെ പോലെ തന്നെ ഇവർ ഭയങ്കര സ്വിമ്മേഴ്സ് ആണ് കേട്ടോ. ദേ ആർ സ്റ്റിൽ സ്ലോ ഇൻ ട്രീസ്. പക്ഷേ ഇവർ ട്രീസിലൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടിരിക്കും. The muscles that sloths use to grip and produce a pulling motion are much more prominent than those that produce a pushing motion. This means that they struggle to support their body weight when walking on all four limbs. So traveling on the ground is dangerous and laborious process. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിൽ കൂടെയുള്ള നടത്തം എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. ഇവർക്ക് ഈ വെയിറ്റും എല്ലാം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഫോർ ലിംസും ഹാൻഡ് ലിംസും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര അവർക്കൊരു ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സംഗതിയാണ്. എന്താ കാര്യം? ദ മസിൽസ് ദാറ്റ് സ്ലോത്സ് യൂസ് ടു ഗ്രിപ്പ് ആൻഡ് പ്രൊഡ്യൂസ് എ പുള്ളിങ് മോഷൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോമിനൻ്റ് ആണ് ദാൻ ദോസ് ദാറ്റ് പ്രൊഡ്യൂസ് എ പുഷിങ് മോഷൻ അല്ലേ. പുഷിങ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മുന്നിലേക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുഷ് ചെയ്ത് നടക്കാൻ. പക്ഷേ
നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഞാറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ഇങ്ങനെ പിടിച്ച് വലിക്കില്ല, അപ്പോൾ അവിടെ പുള്ളിങ് മോഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇവർക്ക് പുള്ളിങ് മോഷനിലെക്കാട്ടിലും പുഷിങ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. Three toed sloths are arboreal. Then what? Arboreal means what? Tree dwelling. Then with a body adapted to hang by their limbs. അവരുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ലിംസിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഞാന്ന് കിടക്കുക. അവരുടെ ബോഡി അങ്ങനെ അഡാപ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. പിന്നെയോ ഓൾദോ ദേ ഗെറ്റ് മോസ്റ്റ് ഓഫ് ദെയർ ഫ്ലൂയിഡ്സ് ഫ്രം ദ ലീവ്സ് ആറ്റ് ദ ഈറ്റ്. ഇവർ കൂടുതലും എന്തെന്നാ ലീവ്സ് കഴിക്കും അല്ലേ, ദേ ഈറ്റ് ലീവ്സ് ആൻഡ് സോ ദസ് ദേ ഗെറ്റ് ഫ്ലൂയിഡ്സ്, മച്ച് ഫ്ലൂയിഡ് ഫ്രം ദ ലീവ്സ് ദേ ഈറ്റ്. അവർ കഴിക്കുന്ന ഇലകളിൽ നിന്ന് അവർക്ക് ആവശ്യത്തിനുള്ള ഫ്ലൂയിഡ്സ് കിട്ടും. Then what? They have been observed drinking directly from rivers. അതുപോലെ തന്നെ അവർ വെള്ളം അവർ കഴിക്കുന്ന ഇലയിൽ നിന്ന് ധാരാളം വെള്ളം കിട്ടും. അത് പോരാഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് അവർ എന്നാ ചെയ്യും, അവർ റിവേഴ്സിൽ ചെന്നിട്ട് ആ റിവേഴ്സിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാറുണ്ട് അല്ലേ. Then they move between different trees up to 4 times a day. അതുപോലെയോ ഇവർ പല പല ട്രീസിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു ദിവസം ഒരു 4 തവണയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കും അല്ലേ. അപ്പോൾ എന്തെന്നാണ് ഇന്ന് നമ്മൾ 2 സംഗതികളെ കുറിച്ചിട്ട് പഠിച്ചു, സ്കാർലെറ്റ് മാക്കോ, then three-toed sloth. I hope that you people understood this topic very well. Inshallah, we can see with the balance animals in the next video and in the next class. Till then, you take care. Assalamu alaikum.